പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട എ.പി. അബ്ദുൽ ഖാദർ മൗലവിയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാത്തുഹാ കുല്ലു ബിദ്അത്തിൻ ദലാല. ബഹുമാനപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അല്ലെങ്കിൽ നാം മനസ്സിലാക്കിയതുപോലെ ഒരു മഹത്തായ സ്ഥാപനത്തിൻ്റെ പ്രാരംഭം പ്രഖ്യാപിക്കുവാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പള്ളികൾ അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. വാനൽ മസാജിദ് ഇല്ല ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അള്ളാഹുവിൻ്റെ കൂടെ മറ്റാരെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പള്ളി. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദത്ത്. ഈ ദുആ, പ്രാർത്ഥന, അതാണ് ആരാധന. ആരാധനയ്ക്ക് ഈ പ്രാർത്ഥന നിർവഹിക്കാൻ പ്രത്യേകമായിട്ട് രൂപങ്ങളുണ്ടാകാം, രൂപങ്ങളില്ലാതെയുമാകാം. ആ രൂപമുള്ളത് ആ രൂപത്തോടു കൂടി തന്നെ നിർവഹിക്കപ്പെടണം. അത് ആരാധനയാണ്. രൂപമില്ലാത്ത പ്രാർത്ഥന അതും ആരാധന. അതിൽ ഏറ്റവും വലിയ ആരാധന നമുക്കെല്ലാവർക്കും അറിയാം. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ സ്വലാത്ത്. ഒരു മനുഷ്യൻ തൻ്റെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഏറ്റവും ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ് എന്ന് പറയും. അപ്പൊ ഈ പറയുന്നത്, എവിടെ പ്രാർത്ഥനയുണ്ടോ അവിടെ ആരാധനയുണ്ട്, എവിടെ പ്രാർത്ഥന ഇല്ലേ അവിടെ ആരാധന ഇല്ല. അപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, പിന്നെ കുമ്പിടുന്നു, പിന്നെ ഉയരുന്നു, പിന്നെയും നമ്മൾ സുജൂദ് ചെയ്യുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആരാധന എന്ന് പറയുന്നു. എന്നാൽ വലിയ സർക്കസ് അഭ്യാസി അതിനേക്കാൾ വലിയ വലിയ അഭ്യാസങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. നാം അതിന് ആരാധന എന്ന് പറയുന്നില്ല. എന്താണ് വ്യത്യാസം? ഒന്ന് പ്രാർത്ഥന ഉൾക്കൊള്ളുന്നു, അതിൽ പ്രാർത്ഥന നിർവഹിക്കുന്നതിന് ഉണ്ടായിട്ടുള്ള രൂപമാണ്. അങ്ങനെ ഏത് ആരാധനാ കർമ്മങ്ങളിലും ഈ പ്രാർത്ഥനാഭാവം ഉണ്ടാകും. ആ പ്രാർത്ഥന ചിലപ്പോൾ വായ കൊണ്ട് പറയുന്നതാകും, ചിലപ്പോൾ ഹൃദയം കൊണ്ട് കരുതുന്നതാകും, ചിലപ്പോൾ ആംഗ്യം കൊണ്ട് നിർവഹിക്കുന്നതാവാം. പ്രാർത്ഥന മനസ്സ വാച കർമ്മണ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഏത് തരം ആരാധനകൾക്കും ഈ പ്രാർത്ഥനാഭാവം ഉണ്ടാകും. ഒരു വിഗ്രഹാരാധകൻ അങ്ങാടിയിലൂടെ കടന്നു പോകുമ്പോൾ റോഡിന്റെ വക്കിന് സ്ഥാപിച്ച ഒരു വിഗ്രഹത്തിന്റെ അടുത്തെത്തുമ്പോൾ അയാൾ കൈകൊണ്ട് അങ്ങനെ കാണിക്കും. നമ്മളെല്ലാവരും പറയുന്നു അത് ആരാധനയാണ്. എന്താണ്? അതിൽ പ്രാർത്ഥനാഭാവമുണ്ട്. അങ്ങനെ ഏത് തരം ആരാധനകൾ എടുത്തു നോക്കിയാലും പ്രാർത്ഥന ഉണ്ടാവുകയില്ല. പ്രാർത്ഥന ഉള്ള എന്തും ആ നിലക്ക് ആരാധനയാണ്. ആരാധന നിർവഹിക്കുന്നതിൽ വെച്ച് അല്ലെങ്കിൽ പ്രാർത്ഥന നിർവഹിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം നമസ്കാരമാണ്. ആ നമസ്കാരത്തിൽ തന്നെ സുജൂദാണ്. സുജൂദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, മനസ്സാ വാച കർമ്മണ എല്ലാം ഇല്ല. മനസ്സ നമ്മൾ പ്രാർത്ഥനാ നിർഭരരാണ്. ആദ്യം തന്നെ നിയ്യത്ത് ചെയ്തുകൊണ്ടുണ്ട് അതിൽ പ്രവേശിക്കുന്നു. വായ കൊണ്ട് നമ്മൾ സുബ്ഹാന റബ്ബിയൽ അഅല എന്നോ അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നോ പ്രാർത്ഥിക്കുന്നു. ശരീരം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തെ മുഴുവൻ ചുരുട്ടി അല്ലാഹുവിന്റെ മുമ്പിൽ വെക്കുന്നു. പടച്ചവനെ ഇതാ നിന്റെ മുമ്പിൽ. അങ്ങനെ നമ്മളെ ശരീരവും മനസ്സും നാവും എല്ലാം കൂടി സമ്മേളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് ആണ് നമസ്കാരത്തിൽ സുജൂദ്. പള്ളിക്ക് മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്
ഇസ്ലാമിൽ പേര് വെച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നമസ്കാരം. ആ നമസ്കാരത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, നിർഭരമായ മനസ്സാ വാച കർമ്മണ പ്രാർത്ഥന നിർവഹിക്കുന്ന ഒരു കർമ്മം നമസ്കാരത്തിലെ സുജൂദ്. ആ സുജൂദിന്റെ സ്ഥലം എന്നുള്ളവർക്കാണ് മസ്ജിദ് എന്ന് പേര്. ആ മസ്ജിദ് എന്ന ഏത് സംവിധാനവും അള്ളാഹുവിന് വേണ്ടിയാണ് നിർമ്മിക്കപ്പെടുന്നത്. അവിടെ വേറെ ഒരാളോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ആരാധന അല്ലെങ്കിൽ പ്രാർത്ഥന അള്ളാഹുവിന് വേണ്ടി. ആ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുജൂദ്. ആ സുജൂദ് ചെയ്യുന്ന സ്ഥലം, ആ പ്രാർത്ഥനാലയം എന്നുള്ളവർക്ക് മസ്ജിദ് എന്ന് പേര് വെച്ചു. അതിൽ എന്താ പ്രത്യേകത? വാനൽ മസാജിദിലില്ല, അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് പള്ളി. അതുകൊണ്ട് ഫലാത്തതും അള്ളാഹി അഹദ, അള്ളാഹുവിന്റെ കൂടെ പറയാൻ വിളിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ അടിത്തറയായിട്ട്. ഇത് അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ, പ്രാർത്ഥനാ നിർഭരമായി എന്തും അവന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് പ്രധാനമായും പ്രവാചകന്മാർ വന്നത് എന്ന് അറിയാത്തവരില്ല. പക്ഷെ സമ്മതിക്കാത്തവർ എത്രയോ ഉണ്ട്. ഇതാണ് ഈ പള്ളി നിർമ്മിക്കുന്നതിന്റെ പ്രവർത്തകന്മാരും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവർക്കും അറിയാം അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, എല്ലാവർക്കും അതറിയാം. പക്ഷേ അത് പ്രവൃത്തി ഭാഗത്തിലെത്തുമ്പോൾ പല ദുർന്യായങ്ങളും പറഞ്ഞ് അത് സമ്മതിക്കില്ല. അങ്ങ് സമ്മതിക്കാതെ ഇരിക്കുന്നവരുമായി യോജിച്ചു പോകാൻ കഴിയുകയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ പ്രാർത്ഥനാലയം ഉണ്ടാക്കണം, പള്ളി ഉണ്ടാക്കണം. അങ്ങനെ കുന്തു ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തില്ല, അങ്ങനെയുള്ള ജനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സമൂഹമാകുന്നു നിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സഹാബികളെ പറ്റി. അവരാണ് നമ്മുടെ മാതൃകാ സമൂഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ച മാതൃകാ സമൂഹം അതാണ്. അവർക്കുള്ള സവിശേഷതയും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുന്നു, ചീത്ത കാര്യങ്ങളെ നിങ്ങൾ എതിർക്കുന്നു, വിരോധിക്കുന്നു. ഈ സ്വഭാവമാണ് നിങ്ങളുടെ ശ്രേഷ്ഠതയ്ക്ക് കാരണം, ഉത്തമത്വത്തിന് കാരണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ തത്വം നമ്മൾ മുറുകെ പിടിക്കുന്നു. ഏറ്റവും വലിയ നേരെ അതാണ്, അവിടുന്നാണ് തുടക്കം, അതാണ് തൗഹീദ്. ഏറ്റവും തെറ്റായ, ഏറ്റവും കഷ്ടതരമായ, ഏറ്റവും ശക്തമായ തിന്മ ഏതാണ്? അത് ശിർക്കാണ്. പിന്നെ ധാരാളം കാര്യങ്ങൾ അതിന്റെ ഉപഘടകങ്ങളായിട്ട് ഒന്നിനെയും നമ്മൾ അവഗണിക്കേണ്ടതില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അവഗണിച്ചുകൊണ്ട് പിന്നെ മറ്റുള്ളത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളെ സമൂഹം തകരാറാകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. തകരാറാകാതിരിക്കാൻ വരാനൊരു അപകടം ഇരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം വളരെ അപരിചിതാവസ്ഥ ആരംഭിച്ചു. ഒസയഊദു കമാ ബദഅ, തുടങ്ങിയ മാതിരി ഇനി ആവർത്തിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിന് ഈ കഷ്ടകാലാവസ്ഥ ഇനിയും വരും. ആളുകൾക്ക് ഇതൊക്കെ മറക്കും. നൂഹ് നബിയുടെ ജനത മറന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത മറന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയും മറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 തലമുറ വലിയ കുഴപ്പമുണ്ടാവില്ല. അഫ്ദൽ ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഞാൻ ജീവിക്കുന്ന ഈ തലമുറ ഏറ്റവും ശ്രേഷ്ഠം, പിന്നെ തൊട്ടടുത്ത തലമുറ, പിന്നെ തൊട്ടടുത്ത തലമുറ. അപ്പോഴത്തേക്ക് ക്ഷയിച്ചു. ഈ ക്ഷയിക്കുമ്പോഴൊക്കെ എന്തുണ്ടാകണം? ഫതൂബാലിൽ ഉറബ, ഈ അപരിചിതാവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് സർവ്വമംഗളങ്ങളും. എന്താണ് അവർക്ക് പ്രവർത്തിക്കാനുള്ളത്? അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദനാസു മിൻ സുന്നത്തി, എന്റെ സുന്നത്തിൽ നിന്ന് ആളുകൾ കേടുവരുത്തി. നമ്മളെ സുന്നത്തിൽ നിന്ന് ഏറ്റവും അധികം കേടുവന്നത് തൗഹീദ്.